ഓൺ ദ സ്പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിക്രമാദിത്യൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിക്രമാദിത്യത്തിലെ താരങ്ങളെല്ലാം ഒരുപാട് പ്രത്യേകതകളുള്ള മൂവിയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഉണ്ണിമൂന്നനുണ്ട്, അനുപേട്ടൻ, സിദ്ധാർത്ഥ് ശിവ, സാദിക, സന്തോഷ്. ആദ്യം ഉണ്ണിമൂന്നനോട് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു പടം? പടത്തിൻ്റെ ഒരു എങ്ങനെ ആദ്യമായിട്ട് ലാൽ ജോസ് സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു? അത് ഏറ്റവും വലിയ ക്യാച്ചായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് ലാലു ചേട്ടൻ്റെ ഒരു കോൾ വന്നു, ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി LJ ഫിലിംസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, സോ വുഡ് യു ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതും LJ തന്നെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും? അതെ, ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. എനിക്ക് ലാലു ചേട്ടൻ്റെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് അത് നടക്കുമെന്ന് വിചാരിച്ചില്ല, ബട്ട് ഇറ്റ് ഹാപ്പൻ. സിനിമയുടെ ടൈറ്റിൽ മാത്രം പറഞ്ഞു വിക്രമാദിത്യനായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ അടുത്ത ടോക്കിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ആ 10 ദിവസം ഞാൻ വിചാരിച്ചൊരു എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക് ടൈപ്പ് ഓഫ് മൂവിയൊക്കെ ആയിരിക്കും വിക്രമാദിത്യൻ ടൈറ്റിൽ. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു 2 ഫ്രണ്ട്സിൻ്റെ കഥയാണ്, വിക്രമനും ആദിത്യനും. ദുൽഖർ ഇസ് ഓൾസോ ദെയർ. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. ആ രീതിയിൽ തുടങ്ങി. പിന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ റോളായിരിക്കും, മീൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ വിച്ച് യു ക്യാൻ ടോക്ക് അബൌട്ട്. അതേപോലെ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ വെൻ ഐ സോ ദ ഫിലിം, എന്നെ ഒരു പുതിയ തരത്തിലാണ് എനിക്കൊരു റീലോഞ്ച്, അങ്ങനെ ഐ കനോട്ട് സേ ദാറ്റ്. പക്ഷേ സ്ഥിരം എന്നെ ഉണ്ണിമൂന്നെന്ന് പറയുമ്പോൾ ഒരു ഹാഷ്, ഒരു ആക്ഷൻ ഹീറോ ഇമേജ്, സോ കോൾഡ് ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറായിരിക്കും. വിക്രം ഭയങ്കര സിമ്പിൾ, ഫൺ ലവിങ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ എങ്ങനെയാണ് അത് സ്ക്രീനിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടറായിരിക്കും. അല്ല ചേട്ടാ, ഇത് നമുക്ക് സിനിമയിലും കാണാം, ഈ ഒരു കൂട്ടായ്മ അച്ഛനും മോനും അല്ലേ? സത്യം എല്ലാവരും വേണ്ട അനുപേട്ട, സത്യത്തിൽ ഒരു ഭയങ്കര റിസ്ക് അല്ലേ എടുത്തത് ഉണ്ണിമൂന്നന്റെ അച്ഛനായിട്ട്? അത് ഇത്ര ചെറുപ്രായത്തില് എന്റെ അച്ഛനാവുന്നത് വലിയ റിസ്ക് ആണോ? അത് റിസ്ക് അല്ല, പക്ഷെ അച്ഛനോട് ചോദിക്കേണ്ടി വരും. അനുപേട്ട ചെറുപ്രായമാണ്, അപ്പൊ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കാന്ന് പറയുന്നത്. അല്ല, 8ാം വയസ്സിൽ ഒരു ഉണ്ണി പിറക്കുക എന്നാണ് കാരണം. 8ാം വയസ്സിലുണ്ണിയാണ്, കാരണം ഞാനിവനും ഒരു 8 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. അനുപേട്ടന് 8ാം വയസ്സിൽ ഉണ്ണി പിറന്നായിട്ടാണ്? ഉണ്ണി പിറന്ന ശരിക്കും ഇതിനു മുമ്പ് എവിടെയായിരുന്നു, എവിടെ ജോലി ചെയ്ത്? ഇല്ല, ഇത് പിന്നെ റിസ്ക് എന്നുള്ളതല്ല, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് എന്നതിനേക്കാൾ ഒരു ചലഞ്ചാണ്, അതൊരു റെക്കഗ്നിഷനാണ്. പിന്നെ ഉണ്ണി കഴിഞ്ഞ എൻ്റെ കൂടെ ഐ ലവ് മീ എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയ ഗാങ്സ് ഓഫ് വടക്ക് എന്നുള്ള ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയുടെ തന്നെ ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നുന്നത്. കാരണം അവൻ ഓഫ് സ്ക്രീൻ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരാളാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള. പക്ഷേ ഇവൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കിങ്ങും ഈ കാലം അത്രയും പോയിട്ടുള്ളത് 6 പാക്കുകളിലേക്കും ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് മറിഞ്ഞു വീഴുന്നതിലേക്കാണ്. അതല്ലാതെ ആദ്യമായിട്ടൊരു ഹിസ്ട്രിയോണിക്സിലേക്ക്, ഐ മീൻ ആക്ടിങ് കേപ്പബിലിറ്റികളിലേക്കും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കഥാപാത്രത്തിലേക്കും ഒരു വേള ആദ്യമായിട്ട് വരുന്നൊരു സിനിമ. ഉണ്ണി ശരിക്കും ഉണ്ണിയെ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കഥാപാത്രം അല്ലേ? ഉണ്ണി സ്വയം തിരിച്ചറിയുന്നതോ? ഞാനാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞു തരാം എന്ന് പറയുന്ന പോലെ ഉണ്ണിയുടെ ബൈ ഫോർ ദ ബെസ്റ്റ് ക്യാരക്ടർ ഉണ്ണി ഹാസ് ഡൺ. ഞങ്ങൾ ആ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും ലാൽ ചേട്ടനും സാദിഖയും പിന്നെ ഒക്കെ ഇരുന്ന് പറയുന്നൊരു കാര്യമായിരുന്നു. കാരണം സ്ക്രീനിൽ വളരെ ലവബിളായിട്ടുള്ള, വളരെ എയിമബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ആളാണ്. ബട്ട് എപ്പോഴും ഈ പിന്നെ മസിൽ വർപ്പിച്ചും പീഡിപ്പിച്ചും ഒക്കെ പീഡിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ കാണുന്ന അപ്പിയറൻസ് അല്ല പടത്തില്, ഒരു സ്റ്റൈലും മീശയൊക്കെ വെച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു മിനിമം 2 ക്യാരക്ടേഴ്സ്. അനുപേട്ടൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ചെറുപ്പം, ഞാൻ ആ പോർഷനില്ല, ബട്ട് ഒരു ക്ലീൻ ഷേവ് അടിച്ചത്, അതിൽ വി ലുക്ക് വെരി സിമിലർ. ഞാൻ ഡബ് ചെയ്യുമ്പോഴാണ് ആ പോർഷൻ കണ്ടത് എല്ലാവരുടെയും. ആൻഡ് ഐ ഫൗണ്ട് അനുപേട്ടൻ്റെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ അപ്പിയറൻസ് അതാണ്. ആ പാട്ട് റിലീസായിട്ട് അതിൽ വന്നൊരു സംഭവമാണ്. ഈവൻ സന്തോഷായാലും സാദിഖേട്ടനായാലും ശിവ, ഇറ്റ്സ് ഓൾ ദേ ഹാവ് ഗിവൻ, എന്താ പറയുക, ഒരു എല്ലാവർക്കും. ഞാൻ പറയാം, ഇത് വിക്രമൻ ആദിത്യനുണ്ട്, ബട്ട് സത്യം പറഞ്ഞ സിനിമയിൽ എല്ലാവരുടെ ഒരു ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിച്ച് ഈസ് ദി ബെസ്റ്റ് തിങ്. ശിവചേട്ടാ, ഒരു നാഷണൽ അവാർഡ് അല്ലേ, 101 ചോദ്യങ്ങൾ അല്ലേ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെ നോക്കിയാണ് പടത്തെ?
ഞാൻ ആക്ടർ എന്ന നിലയിലല്ല ചോദിച്ചത്, ഡയറക്ടർ എന്ന നിലയിലാണ്. ശരിക്കും നോക്കാൻ പറ്റിയിരുന്നതാണ്. അല്ല ഞാൻ നോക്കാൻ പറ്റിയില്ല. പലപ്പോഴൊരു ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാര്യം ലാൽജാനെ പോലുള്ള ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു എനിക്കൊരു ആക്ടിങ്ങിനുള്ളൊരു സ്കൂളിനോടൊപ്പം തന്നെ ഡയറക്ഷനിൽ ഞാൻ ഒരുപാട് എനിക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യം. പലപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം ഞാനൊക്കെ എന്താ പറയുക, മീശമാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ +1 പഠിക്കുന്ന ടൈമാണ്. അപ്പം ആ ടൈം മുതൽ അപ്പോൾ ഇത് ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് ഇതൊക്കെ ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുമ്പം അദ്ദേഹം കാണിക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വേറൊരു സ്ഥലത്ത് പറഞ്ഞ പോലെ ഈ ഹാൻഡ്ലിങ് ഓഫ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമുണ്ട്. അത് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടറിനെ ഇപ്പം ഡയറക്ടർ ചിന്തിക്കുന്ന ലെവലിലേക്ക് ആക്ടറിനെ എത്തിക്കാനായിട്ട് പല രീതിയിലും നമുക്ക് ഇതാക്കാം. ഒന്ന് അവരെ ഫോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് കിട്ടുന്നവരെ അവരെ, പക്ഷേ ഇത് അവരെ കൊണ്ട് തന്നെ ആ അവസ്ഥയിലേക്ക് എത്തുന്നൊരു സാധനമാണ്. അതായത് നമ്മളൊരു ഫോഴ്സ് ചെയ്യാതെ ഇവരെ നമ്മൾ പിടിച്ചിടാതെ അവർ വന്ന് വീഴുക എന്നുള്ളൊരു അനുഭവമുണ്ട്. അതിലേക്ക് എത്തിക്കുന്ന അപൂർവം ചില ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലാൽ ജോസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം പലപ്പോഴും ലാൽജാൻ്റെ അഭിനയത്തിൽ നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നല്ലാതെ പലപ്പോഴും ചില സജഷൻസ് ആയിരിക്കും, ചില സ്പേസുകൾ നമുക്ക് വേക്കൻ്റ് ആക്കി തരും. നമ്മൾ പോലും കണ്ടെത്താത്തൊരു സാധനം, നമുക്ക് ഇങ്ങനൊരു സാധ്യത ഉണ്ടല്ലോ, അത് ഇത് ചെയ്തുകൂടെ, അത് നന്നായിരിക്കില്ലേ, അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് ഒരു എന്താ പറയുക, ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഹാൻഡ്ലിങ് ഓഫ് ആക്ടേഴ്സ്. പലപ്പോഴും ഈ ലൊക്കേഷനിൽ അദ്ദേഹം പലപ്പോഴും ചില സമയത്ത് ഞാൻ എടുക്കുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്, ചില എടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ക്യാമറ ഇവിടെ വെക്കാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതാക്കും. പക്ഷേ ഫൈനൽ വരുമ്പോഴത്തേക്കും, സിനിമ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഫുൾ ആ ലൊക്കേഷനിൽ ഇത്ര കൂളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ വർക്കാണോ എന്ന് തോന്നുന്നൊരു രീതി ഉണ്ടല്ലോ. ഭയങ്കര രസകരമായിട്ട് ഇത് വരുന്നു എന്ന് പറയുന്നത് അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൊക്കേഷനിലുള്ള ഒരു പെരുമാറ്റവും. പിന്നെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതാക്കുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെ നടന്നു പോകുന്നു. അപ്പോൾ ഒന്നും അവകാശപ്പെടുന്നില്ല ഇത് എൻ്റെ കഴിവുകൊണ്ടാണ് മറ്റാന്ന് പറയാതെ തന്നെ. പക്ഷെ എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അങ്ങനെ തന്നെയാണ് കാര്യം. ലാൽ ജോസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഡയറക്ടറിൻ്റെ സിനിമകൾ തീർത്തും ഒരു ഡയറക്ടോറിയൽ ഫിലിമാണ്, ഡയറക്ടറിൻ്റെ ഫിലിം തന്നെയാണ് അത്തരം സിനിമകൾ. അതൊരു ആർട്ടിസ്റ്റിന് അവകാശപ്പെടാവുന്നതിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ വേറെ ഏത് ടെക്നീഷ്യൻസിന് അവകാശപ്പെടാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഡയറക്ടറിൻ്റെ മൂവി ആയിരിക്കും ലാൽ ജോസ്. അപ്പം ഇത്തരത്തിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ കൂടുതൽ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ രീതിയിൽ പഠിക്കാൻ പറ്റുന്നു, കൂടെ വർക്ക് ചെയ്യും. ഓക്കെ, അതിന് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. സാധിക്കാം ഈ കൂടുതൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളത് അല്ലേ? സാധിക്കേണ്ട ഇതിൻ്റെ അകത്തെ ക്യാരക്ടറെ കുറിച്ചുണ്ട്. ലാൽ ജോസിന്റെ ഫസ്റ്റ് മൂവി മറവത്തൂർ കനവ് മുതൽ ഞാൻ ലാലുവിൻ്റെ കൊടുത്തു. ഓക്കെ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ലാലുവിൻ്റെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പോൾ മറവത്തൂർ കനവ് ചെയ്ത അതിൻ്റെ അതേ പാറ്റേൺ അല്ല അടുത്ത ചന്ദനൊതുക്കുന്ന ഇതിൽ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗം ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം പല ആൾക്കാരും പല കഥ പറയുമ്പോഴും അത് ഒരു പടത്തിന് സിമിലാരിറ്റിയുള്ള അടുത്ത് ഇമ്മീഡിയറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത വിഷയം നമുക്ക് നന്നായിട്ട് അറിയാം. ലാലും പറയും ഒരു പടം കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ വരുന്നുണ്ട്, അത് മറ്റേ ഇപ്പം ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തുള്ള കഥകൾ പിന്നെ വരിക. അപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല, അതിനെ പറ്റി ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാം. ലാലുമായിട്ട് ഞാൻ ആദ്യം മുതലേ ഉള്ള ബന്ധമാണ്. അപ്പം ലാലിൻ്റെ പൾസ് എന്താണെന്ന് അറിയാം. വളരെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ധാരണ കൂടിയിലാണ് പുള്ളി വരിക. അതിനനുസരിച്ച് പുള്ളി ചെയ്യിപ്പിച്ചെടുക്കുകയും ചെയ്യും. അതിൽ ലാലു സക്സസ് ആണ്. പിന്നെ ലാലു വളരെ ഫ്രണ്ട്ലിയാണ്, ഒരു കൊച്ചുകുട്ടിയാണ്. ഇടയ്ക്ക് ചില ദുശ്ശാഠ്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് തന്നെയാണ് ലാലുവിൻ്റെ. ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞില്ല ഇതിൽ. എൻ്റെ ക്യാരക്ടർ ഇത് ഒരു അറബി കഥയിൽ എനിക്ക് ഞാൻ ചെയ്ത അതേപോലെ തന്നെ വേറെ എനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. ഒരു രവി എന്ന് പറഞ്ഞൊരു ഒരു പോലീസ് കോൺസ്റ്റബിളുണ്ട്. അത് ഹീറോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, പടം കാണുമ്പോഴേ അതിൻ്റെ ഒരു സുഖം കിട്ടും. സന്തോഷം.
ലാൽജോ സാറിൻ്റെ പടത്തിൽ ആദ്യമായി അല്ലേ? എനിക്ക് തോന്നുന്നു പടം ഒരുപാട് ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ത്രൂ ഔട്ട് ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുന്ന ആദ്യമായിട്ട് അല്ലേ? എന്ത് തോന്നുന്നു ലാൽജോ സാറ്? അയ്യോ ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം എന്നതിലപ്പുറം. കാരണം ഞാൻ നാടകരംഗത്തൂടെ വന്നിരുന്നു. 20 വർഷമായിട്ട് നാടകരംഗത്തൂടെ. ഈ പറഞ്ഞ പോലെ മറവത്തൂർ കനവ് തൊട്ട് സാറിൻ്റെ എല്ലാ സിനിമകളും കാണാറുണ്ട്. ഓരോ സിനിമ കാണുമ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും, ചെറിയ ആഗ്രഹം സാറിൻ്റെ ഒരു ചെറിയ റോൾ. സിനിമയിൽ. പക്ഷെ പലപ്പോഴും ഇത് നേരിട്ട് കണ്ടിട്ടില്ല. നടൻ എന്ന സിനിമയിൽ സാർ അഭിനയിക്കാൻ വന്ന സമയത്താണ് നേരിട്ട് കാണുന്നത്. അപ്പോഴും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല വേഷം ചെയ്യാൻ വേണ്ടി. മറ്റുള്ള സിനിമയെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചത്. രതീഷ് അമ്പാട്ടി എന്ന് പറഞ്ഞ ആഡ് ഫിലിം മേക്കർ, 7 സുന്ദര രാത്രികളുടെ പ്രൊഡ്യൂസർ രതീഷ് ഏട്ടനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ സാറിനെ കണ്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സാറിൻ്റെ LJയുടെ ഓഫീസിലേക്ക് ചെന്നത്. സാർ അന്ന് എസ് ഓർ നോ ഒന്നും പറഞ്ഞില്ല. മുടി വെട്ടണ്ട, താടി മീശക്കുണ്ടായിരുന്നു, ഇതൊന്നും ചെയ്യേണ്ട. അഥവാ ഈ വേഷത്തെക്കുറിച്ച് പറയും. ഇങ്ങനെ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ വേഷമാണ്, ഒരു കള്ളനാണ്. സിനിമയെക്കുറിച്ച് ഫുൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം. അതാണ്. അപ്പോൾ എനിക്ക് വേഷം തന്നില്ല. അതിനുമുമ്പ് സാറ് ഫുൾ സിനിമയെക്കുറിച്ച് സാർ പറഞ്ഞ സിനിമ വിജയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2nd പാർട്ടും 3rd പാർട്ടും ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യത്തെ അനുഭവമാണ്. കാരണം ഒരു ഡയറക്ടർ, അതിലൊരു ആക്ടർ പോലും ഞാൻ ആയില്ല, പക്ഷേ ഫുൾ സിനിമയെക്കുറിച്ച് പറയാം, എൻ്റെ ഷോട്ടിനെ കുറിച്ച്, സോങ്ങിനെ കുറിച്ചൊക്കെ പറയണം. അപ്പോൾ സാർ എസ് ഓർണോ പറയുന്നില്ല. അഥവാ ആ വേഷം അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തരത്തിലൊരു വേഷം തരും. ഞാൻ സാർ ഓക്കെ, കുറച്ച് തടി ചുരുക്കണം, കുറച്ച് വർക്കൗട്ട് ചെയ്യണം, മുടിയും വെട്ടാൻ പാടില്ല, താടി മീശൊന്നും തൊടാൻ പാടില്ല. അങ്ങനെ 10-15 ദിവസം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറയാം, സാറാണ് അതുവരെ കുറച്ച് കൺട്രോൾ ഇല്ലാതെ ജീവിച്ച ഒരാളായിരുന്നു. അത് അന്ന് തൊട്ട് ഞാൻ കുറച്ച് കൺട്രോളിങ് ആയി. ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി, കുറച്ച് ഓടാൻ തുടങ്ങി, കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ക്യാരക്ടർ ഞാൻ വേണ്ടെന്ന് വെച്ചത്. തടിയും കുറയ്ക്കണം, മുടിയും കൊളസ്ട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും നടക്കൂലല്ലേ? അല്ല, സന്തോഷിന്റെ ആരോഗ്യത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ കുറഞ്ഞ കൊളസ്ട്രോളിനും കുറഞ്ഞ ഷുഗറിനും നന്ദി ശ്രീ ലാൽ ജോസ്. ഒരിക്കലും റിപ്പോർട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ ഒരു 10-20 ദിവസം കഴിഞ്ഞ് ഞാൻ ലൊക്കേഷനിൽ വരുന്നു. സാറ് കണ്ടു. അന്ന് ഓക്കെ പറഞ്ഞു. അന്ന് എല്ലാവരും പരിചയപ്പെടുത്തി. ദുൽഖറിനെ പരിചയപ്പെടുത്തി, ഉണ്ണിയെ പരിചയപ്പെടുത്തി, ഒക്കെ പരിചയപ്പെടുത്തി. വീണ്ടും സാറ് ഫുൾ കഥയെന്ന് പറയാൻ തുടങ്ങി. സാർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വേഷം ചെയ്യാൻ വേണ്ടി ഒരുപാട് നടന്മാർ തയ്യാറായിരുന്നു. ഡേറ്റിൻ്റെ ഒക്കെ പ്രോബ്ലം. പിന്നെ പുറമേ നിന്നുള്ളൊരു നടനെ ട്രൈ ചെയ്തു. പക്ഷേ സാറ് പറഞ്ഞൊരു വാക്ക്, മലയാളി രക്ഷപ്പെടട്ടെ, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. അതെൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ആ വേഷം വലിയൊരു വേഷമാണ്. പിന്നെ അനുപാട്ടിൻ്റെ കൂടെയും ലെന, സാദിഖട്ടെ, ഇവരെ കൂടെയായിരുന്നു കോമ്പിനേഷൻ. അനുപാട്ടിൻ്റെയും സാദിഖട്ടിൻ്റെയും ലെനയുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഒരു പുതിയൊരാൾ എന്ന രീതിയിൽ ഓരോ ഷോട്ട് നിൽക്കുമ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം തീർച്ചയായിട്ടും LJ ഫിലിംസിനോടും ലാൽ ജോസ് സാറോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും താങ്ക്സ്.